അങ്കമാലിയിലെ മഞ്ഞപ്രയിൽ മധ്യവയസ്കനെ വെടിവെച്ചു കൊന്നു. ജോസ് എന്നയാളാണ് കൊല്ലപ്പെട്ടത്. അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരം തീർക്കാൻ പോളി എന്ന ആളാണ് ജോസിന് നേരെ നിറയൊഴിച്ചത്. സഹിനുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. സഹിൻ, എന്താണ് സംഭവിച്ചത്? സ്വന്തം അച്ഛനെ കൊന്നതിന്റെ പ്രതികാരം തീർക്കാനാണോ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത്? പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? സരിക, നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സരിക പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഈ വ്യക്തിയെ, ജോസിനെ, ഇദ്ദേഹത്തിന്റെ വീട്ടുപേരെന്ന് പറയുന്നത് കിലുക്കൻ വീട്ടിൽ നിന്നാണ്. കിലുക്കൻ ജോസ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മഞ്ഞപ്ര സ്വദേശിയാണ്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് ഇദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. അത് പ്രതി പോളിയാണ്. പോളി ഈ മുൻവൈരാഗ്യം ഈ ജോസിനോട് പോളിക്കുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8 വർഷം മുമ്പ് പോളിയുടെ പിതാവിനെ ജോസ് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. അത് കേസായി. പിന്നീട് കിലുക്കൻ ജോസ് അടക്കമുള്ള ആളുകൾ പിടിയിലുമായി. എന്നാൽ പ്രതിയായ ഈ ജോസിനെ പിന്നീട് കോടതി വെറുതെ വിട്ടു. ഇതിനെതിരെ പോളിയുടെ കുടുംബം അപ്പീൽ പലയിടങ്ങളിലും പോയി, പല കോടതികളിലും പോയി. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. കൊലയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പ്രതി കാര്യമെല്ലാം പോലീസിനോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രതി അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയതായാണ് ലഭിക്കുന്ന വിവരം. സംഭവം നടന്നത് കാലടി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. കാലടി പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. സംഭവ സ്ഥലത്ത് ഉന്നതരായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കലക്കൻ ജോസിനോട് ഈ പറയുന്ന പോളിക്ക് വലിയ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു. എന്റെ പിതാവിന്റെ മരണത്തിന് കാരണക്കാരൻ ജോസ് ആണ് എന്നുള്ള ഒരു മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പോളി നടന്നിരുന്നത്. ഇന്ന് അവസരം ഒത്തു വന്നപ്പോൾ പോളി ഇദ്ദേഹത്തെ, ഈ മരണപ്പെട്ട ജോസിനെ ആക്രമിക്കുകയായിരുന്നു. മാത്രമല്ല, വെടിവെച്ച ശേഷം പിന്നീട് ഇവിടെ നിന്ന് പോളി കടന്നു കളഞ്ഞു എന്നുള്ളതായിരുന്നു വ്യാപകമായി പ്രചരിച്ചിരുന്നത്. എന്നാൽ ഇയാൾ അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ഉണ്ടായത്. അങ്കമാലി മഞ്ഞപ്രയിലാണ് ഈ സംഭവം എല്ലാം ഉണ്ടായത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ഞപ്ര സ്വദേശിക്ക് ഈ വെടിയേറ്റപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതി കടന്നു കളഞ്ഞു എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിലെ ഇയാൾ വന്ന് കീഴടങ്ങി. കാലടി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.